ഇത് വാങ്ങിച്ചു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആക്കുകടയിലോട്ടാണ്. അപ്പോൾ നമ്മുടെ അണ്ണൻ വിളിച്ച് പറഞ്ഞു കുറേ വണ്ടികൾ വന്ന് കിടപ്പുണ്ട്, നമുക്ക് പിള്ളേരുടെ ടോയ്സ് വണ്ടികൾ വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കാൻ വന്നതാണ്. അപ്പോൾ ഇത് വന്ന് കിടക്കണമെങ്കിൽ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതല്ല നമ്മൾ എടുക്കാൻ പോണേ, കുറച്ചും കൂടെ കണ്ടീഷൻ ആയ ഒരു വണ്ടിയാണ് എടുക്കാൻ പോണത്. അപ്പോൾ ഈ വണ്ടിയാണ് നമ്മൾ എടുത്ത് റിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ കൂട്ടത്തിൽ വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. ഇതിൻ്റെ പാർട്സൊക്കെ മിക്കതും പോയി കിടക്കുവാണ്, ആരോ സ്ക്രാപ്പായിട്ട് തള്ളിയതാണ്. വയറൊക്കെ എലി കയറി കട്ടാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ മിക്ക സാധനങ്ങളും ഇല്ല. അപ്പം സ്റ്റിയറിംഗ് ഒക്കെ ഇതിൻ്റെ കൺട്രോളൊക്കെ വിട്ട് കിടക്കുവാണ്. ഒരു 20-25 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടി നന്നാക്കി ഓടിച്ച് കാണിക്കാനായിരിക്കും. അപ്പോൾ ശരിയാവില്ലെന്ന് അറിയത്തില്ല, നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാനായിരിക്കും. ഇല്ലാത്ത സാധനങ്ങളൊക്കെ പല സ്ഥലത്തും ഒപ്പിച്ച് വേണം ഇതിലേക്ക് വയ്ക്കാൻ. അപ്പോൾ ആക്രിക്കട കടന്ന് മുഴുവൻ ചെളി പിടിച്ചേക്കും. അപ്പോൾ നമ്മളത് കഴുകാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടിയുടെ അവസ്ഥ ഇതാണ്. ഇത് എലി കയറിയിട്ട് നല്ല പണി കൊടുത്ത എലി കയറിയിട്ട് മുഴുവൻ കട്ടായി പോയതാണ്. എപ്പി വണ്ടി ഓടിക്കില്ലേ? എപ്പി നമ്മുടെ വണ്ടി നന്നാക്കിയിട്ടില്ല, അതിനിപ്പടുത്ത് കേപ്പിക്ക് ഓടിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഇരുത്തി നമ്മൾ ഉണ്ടി അങ്ങ് കൊടുത്ത്. അപ്പോൾ നമുക്ക് വണ്ടി നന്നാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പണിപ്പുരയിലോട്ട് പോവാം. വാ. അപ്പോൾ ആക്കിക്കിടന്ന് കാർ കൊണ്ടത് കഴുകി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാറാകെ നാശമായിരിക്കുന്നു, മുഴുവൻ എലി കട്ടാക്കിയിട്ടേക്കുവാണ്. പല വയറുകളും ഇതേ ഉണ്ട്, ഇങ്ങനെ എലി കട്ടാക്കിയിട്ടേക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഇത് കണ്ടോ അവിടെ ഇവിടെയൊക്കെ പല സർക്യൂട്ട് ഉണ്ട്. എന്താന്ന് പോലും നമുക്കറിയില്ല, മുഴുവൻ എലിക്കാട്ടാണ്. ഈ എലിക്കാട്ടൊക്കെ കാണാം. നമ്മൾ കഴുകിയത് ഈ ഒരു പോർഷൻ നമ്മൾ കഴുകിയില്ല, കാരണം ഇതിന് ബോർഡൊക്കെ ഉള്ളതായിട്ട് കഴുകാൻ പോയില്ല. മോട്ടറിലൊക്കെ വെള്ളം കയറി മോട്ടർ പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കഴുകിയില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സർക്യൂട്ടൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ടെമ്പററി ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് സർക്യൂട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കാർ കിട്ടിയപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഒന്നുമില്ല. അന്ന് ബാറ്ററി ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒരു കുഞ്ഞ് സീറ്റ് മാത്രമുള്ള സർക്യൂട്ട് ബ്രേക്ക് ആയിട്ട് കാണിച്ചേക്കണം. അപ്പോൾ ഈ ഒരു ബോഡിയിലാണ് ഇതിൻ്റെ സർക്യൂട്ട് മുഴുവൻ പോയേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ബാറ്ററി കിട്ടിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ 12 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഓരോ വീലിന് ഓരോ മോട്ടർ വെച്ചാണ് വന്നേക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഒരു മോട്ടറുണ്ട്, ഇവിടെ ഒരു മോട്ടറുണ്ട്, സെൻട്രൽ പോസ്റ്റിന് ഒരു മോട്ടറുണ്ട്, പിന്നെ ഫ്രണ്ട് വീലിലും സൈഡിൽ 2 മോട്ടറുണ്ട്. വയർ ഇങ്ങനെ കട്ടായിട്ട് കിടക്കുകയാണെങ്കിൽ ആരോ ഉപയോഗിച്ച് തള്ളിയ സാധനമാണ്. ഞങ്ങളുടെ മരച്ചിറക്കനാണ്, വണ്ടി കയറാൻ വന്നേക്കണാണ്. മരപ്പൂച്ചയാണത്, മരമാണത്. ഒരു അടിയുന്നു മരമാണത്. മോട്ടർ നല്ലതാണെന്ന് ചെക്ക് ചെയ്യണം. ഫ്രണ്ട് വീലിൽ ഒരു മോട്ടർ ചെക്ക് ചെയ്യുവാണ്. ഓരോ വീലിനും ഓരോ മോട്ടറാണ്. ഈ മോട്ടർ ഓക്കെയാണ്. ബാക്ക് വീലിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ബാക്ക് വീലും കറങ്ങുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം 4 മോട്ടർ ഓക്കെയാണ്, നല്ല പവറുള്ള മോട്ടറാണ്. പിടിച്ചാൽ പോലും നിൽക്കുകയല്ല. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കൺട്രോൾ തന്നെ ഈ ബോർഡാണ്. ഈ ബോർഡിന് കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ ആക്കിടെ ഇതുപോലത്തെ ഒരു കാർ കിടപ്പുണ്ട്, അതിൻ്റെ ബോർഡ് എടുത്ത് വെച്ച് നോക്കണം, എന്നാലാണ് ഈ വണ്ടി ഫോർവേഡ് റിവേഴ്സ് ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതാണ് ആദ്യം ഇരുന്ന ബോർഡ്. ഈ ബോർഡിൻ്റെ പ്രിന്റ് മുഴുവൻ കട്ടായിട്ട് ഇതിൻ്റെ സർക്യൂട്ട് കട്ടായി പോയേക്കുവാണ്. സർക്യൂട്ട് കട്ടായി പോയതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളിത് ഇതിലോട്ടൊന്നും പെനം പെടുന്നില്ല. ഇതൊന്നും
ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാറ്ററി കൊടുത്ത് ഓടിക്കാൻ പോകണം. അതായത് നമ്മൾ ബാറ്ററി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേ നമ്മൾ ടെർമിനലൊക്കെ വയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേ നമ്മളിത് ഇവിടെ നെഗറ്റീവ് ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. ഇനി പോസിറ്റീവ് ടെർമിനൽ എടുത്തിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മളിത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പവർ ബട്ടൺ ഉണ്ട്, ഇത് ബ്രേക്ക്, ഇത് ഫോർവേഡ് റിവേഴ്സ്. അപ്പോൾ നമ്മളൊന്ന് പയ്യെ ഒന്ന് മൂവ് ചെയ്യിച്ച് നോക്കാൻ പോകണം. ആക്സിലേറ്റർ കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ റിവേഴ്സിലിട്ടേക്കണത്. അപ്പോൾ നമ്മുടെ ഈ വണ്ടി പയ്യെ മൂവ് ആകുന്നുണ്ട്. ഫോർവേഡ് ഇടുവാണ്. കുഞ്ഞു പിള്ളേർക്കുള്ള വണ്ടിയല്ലേ, എന്നാലും നമ്മളൊന്ന് കയറി ഒന്ന് ഓടിച്ച് നോക്കാൻ പോകണം വണ്ടി. അപ്പോൾ നമ്മൾ ബാറ്ററി എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കട്ടെ. ഫസ്റ്റ് ഡ്രൈവ് ആയിട്ടൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മളിത് വിട്ടേക്കുവാണ്, ഫോർവേഡ് ഇട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പോവാണ്. തിരിച്ചൊന്ന് ഓടിച്ചാൽ അപ്പോൾ നമ്മുടെ വണ്ടി സക്സസ് ആയേക്കാണ്. പക്ഷേ നമ്മൾ അധികം വെയിറ്റ് ഉള്ളവരെയൊന്നും കൊണ്ടുള്ള വണ്ടിയല്ല. എന്നാലും നമ്മൾ ഇരുന്നപ്പോൾ വണ്ടിക്ക് ഒരു വലിമുട്ടുണ്ട്. ഇതിന് കുഴപ്പമില്ല, നന്നായിട്ട് ഓടുന്നുണ്ട് വണ്ടി. നമ്മുടെ വണ്ടി വളരെ പവർഫുൾ ആണ്. റോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ റോട്ടിൽ ഓടിക്കുവാണ്. നമ്മുടെ വണ്ടി പൊട്ട വണ്ടിയാണ്. പയ്യനെ ഓടിക്കാൻ കൊടുക്കും വണ്ടി. അപ്പോൾ അവരെ കൊണ്ട് ഓടിപ്പിക്കുവാണ്.